വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. എം ജി യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ മുമ്പ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഉറപ്പെടുത്താം. നിലവിൽ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ എം ജി യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പ്രൊസീജിയറിലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉറപ്പെടുത്താണ്. അപ്പോൾ നിലവിൽ ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള cap.mgu.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് ബി.എഡ് ക്യാപ്പ് 2026 ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റുഡൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും സ്ക്രോൾ ചെയ്ത് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അങ്ങനെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ കൊടുത്ത 5 കോളേജാണ്. 5 കോളേജിൽ നിങ്ങൾ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുള്ള കോളേജിൽ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് പഠിക്കുവാൻ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ 100% നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ കോളേജിൽ നിങ്ങൾക്ക് ആ വില്ലിങ്നെസ് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഫീ, അതായത് ജനറൽ വിഭാഗത്തിലുള്ളവർ 1695 രൂപയും SC/ST വിഭാഗത്തിലുള്ളവർ 50 രൂപയും നിങ്ങൾ ഫീ ആയിട്ട് നിങ്ങൾ അടക്കുക. അതായത് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ ആണ്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ഫീ നിങ്ങൾ അടക്കണം. ഇനി ആക്സെപ്റ്റ് നിങ്ങൾ 24 ഹവേഴ്സിനുള്ളിൽ ഈ പറയുന്ന വില്ലിങ്നെസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ആവും. ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും, നിങ്ങൾ SLC +2 ഡിഗ്രി ഉൾപ്പെടെ നിങ്ങൾ NSS ഉണ്ടെങ്കിൽ NSS, SPC, അതുപോലെ OBC വിഭാഗക്കാരുടെ നോട്ടം സർട്ടിഫിക്കറ്റ്, ഇനി SC/ST വിഭാഗക്കാരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWC സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സഹിതം നിങ്ങൾ കോളേജിൽ പോയിട്ട് നിങ്ങൾ എവിടെയാണോ ആക്സെപ്റ്റ് ചെയ്ത് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ നേരിട്ട് അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ആ കോളേജിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഈ പറയുന്ന കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് നിങ്ങളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥി ഇപ്പോൾ ഈ ഒരു അഡ്മിഷനിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വർഷം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പററി അഡ്മിഷന് യാതൊരു സംവിധാനം MG യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവേശനങ്ങളും പെർമനൻറ്റ് പ്രവേശനങ്ങളും മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജിൽ നിങ്ങൾ വില്ലിങ്നെസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോളേജിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 24/6/2026 ഇപ്പോൾ 24/6/2026 നിങ്ങൾ കോളേജിൽ നിങ്ങൾ പ്രവേശനം നേടേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കോളേജിൽ നിങ്ങൾ വിളിച്ചതിന് ശേഷം, ഇനി എപ്പോഴാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് കോളേജിൽ വിളിച്ച് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ടൈം കോളേജ് പറയുന്നതനുസരിച്ച് നിങ്ങൾ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 24/6/2026 വരെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ റാങ്ക് ലിസ്റ്റിന് വാല്യൂ ഉള്ളൂ. അതിനുശേഷം രണ്ടാം അലോട്ട്മെൻറ്റിനായിട്ടുള്ള പുതിയ രജിസ്ട്രേഷനാണ് ആരംഭിക്കുക. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ 24 കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് അലോട്ട്മെൻറ്റ് അതായത് ലാസ്റ്റ് വീക്കിൽ വരുന്ന രണ്ടാം അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്കൊക്കെ വീണ്ടും പുതുതായിട്ട് രജിസ്ട്രേഷൻ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, ഇപ്പോൾ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ വില്ലിങ്നെസ് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വീണ്ടും പുതുതായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കാരണം പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണുള്ളൂ. സാധാരണ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമായതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി അഥവാ ഏതെങ്കിലും വിദ്യാർത്ഥി ഈ പറയുന്ന സർവകലാശാല ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് സ്വീകരിച്ച വില്ലിങ്നെസ് ക്യാൻസൽ ആക്കണമെങ്കിൽ, അതായത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുന്നതിന്
മുമ്പ് നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട കോളേജിലേക്ക് നിങ്ങൾ ഇമെയിൽ അയച്ച് റദ്ദാക്കുവാൻ അഭ്യർത്ഥിക്കുക. ജസ്റ്റ് ഇമെയിൽ അയച്ചാൽ മാത്രം പോരാ, നിങ്ങൾ കോളേജിൽ നിങ്ങൾ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. കോൾ ചെയ്ത് നിങ്ങൾ ഈ കോളേജിലേക്ക് ക്യാൻസൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ അത് മെയിൽ അയച്ചതിന് ശേഷം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കും. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം ഏതെങ്കിലും ഒരു കോളേജ് നിർബന്ധമായിട്ട് നിങ്ങൾ വില്ലിങ്സ് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് MG യൂണിവേഴ്സിറ്റി BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾക്ക് വിദ്യാർത്ഥികൾ ഈ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. ഇത്തരത്തിലെ എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.